ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അന്നൂസ് കിച്ചൻ ലാബ്. അപ്പോൾ ഞാൻ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡിഷിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള അതേ വീഡിയോ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുനോക്കണം കേട്ടോ. ഓസ്കാർ ഗ്രൂപ്പിൻ്റെ രുചിക്കൂട്ട് എന്ന കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂഷൻ ഫുഡ് വേണമെന്നാണ്. അപ്പോൾ നമുക്ക് ഉമ്മാമനോട് റെസിപ്പി ചോദിക്കാം. ഉമ്മാമ, നിങ്ങൾ പണ്ട് ഉണ്ടാക്കുന്ന ആ വലിയപ്പത്തിൻ്റെ റെസിപ്പി പറഞ്ഞാരോ? നേരിയരി പുറത്തിട്ട് മുട്ടയും തേങ്ങാപ്പാലും കൂടിയിട്ട് നല്ലോണം മിക്സത്തിൽ അരച്ചിട്ട് ഇങ്ങനെ ചട്ടിയിൽ പണ്ടാക്കിയിട്ട് വെറുങ്ങനെ ഇതും ചട്ടിയിലാണ് പണ്ടെല്ലാം ചൊല്ലി. ഇപ്പം അതിൻ്റെ എന്തെങ്കിലും പാത്രം ഉണ്ടാവില്ല, അതിൽ ഇളങ്ങി നന്നായി കട്ടിയാക്കാണ്ട് അരച്ചിട്ട് പണ്ട് വ്യാപത്തൊക്കെ ആയതിനെല്ലാം നല്ല കാണാൻ നല്ല രസം ഉണ്ടാവില്ലേ. ഉമ്മാമൻ്റെ റെസിപ്പി അതിൻ്റെ കൂടെ എൻ്റെതായ ചില മാറ്റങ്ങളൊക്കെ വരുത്തിച്ച ഒരു ഫ്യൂഷൻ ഫുഡ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. 1 കപ്പ് തേങ്ങാപ്പാൽ, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് നേരിയരിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നേരിയരി ഞാൻ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഉമ്മാമൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഉമ്മാമക്ക് ഇതൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഉമ്മാമൻ്റെ പേരക്കുട്ടിയായ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സോസിൻ്റെ കുപ്പിയിലേക്ക് ഞങ്ങൾക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞങ്ങൾക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായി ഞങ്ങൾക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു കോഴിയുടെ ബ്രസ്റ്റ് പീസാണ് ഇത്. ഞങ്ങൾക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലിയാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കുക. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഒന്ന് പൊരിച്ചെടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജീരകം കൂടെ ഞങ്ങൾക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ജീരക ഉള്ളി നന്നായി പൊരിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ചിക്കനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ, ഞാൻ വേറെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ 1 ഉള്ളി കള്ളിക്കള്ളിയായി കട്ട് ചെയ്തെടുത്താണ്, അതൊന്ന് വരച്ചെടുക്കാം. അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും പിന്നെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ചൊന്ന് ആവി കയറ്റി കൊടുക്കുക, ഒന്ന് വെന്ത് വരുന്നവരെ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ലെമൺ ഞങ്ങൾക്ക് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് നൽകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെറുതായിട്ടൊരു 5 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം അതിലേക്ക് മല്ലിച്ചപ്പ് കൂടെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഞങ്ങൾക്കിത് ഒരു ഓംലേറ്റ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് മല്ലിയിലയിലേക്ക് 1 മുട്ടയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ഞാനിവിടെ ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് സാധാരണ ഓംലേറ്റൊക്കെ തയ്യാറാക്കി എടുക്കുന്നില്ലേ, അതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഞങ്ങൾക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു വലയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഹോൾസ് ആക്കിയിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ വലയാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചിട്ട് ഞങ്ങൾക്കതൊന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് മരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഞങ്ങൾക്ക് ബാക്കിയുള്ള അരി വെച്ചിട്ട് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പച്ച ഓംലേറ്റ് ആദ്യം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മസാല വെച്ചെടുക്കാം. ഞാൻ 2 രീതിയിലാണ് നമ്മുടെ ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ പച്ച ഓംലേറ്റ് കാണുന്ന രീതിയിലും പിന്നെ വേറെ ഒന്ന് പറയുന്നത് മസാല നന്നായിട്ട് കാണുന്ന രീതിയിലാണ്, ഇതുപോലെ. അപ്പോൾ ഇനി പ്ലേറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് പ്ലേറ്റ് ഡെക്കറേഷനൊന്നും അറിയില്ല. ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ ഓസ്കാർ മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക്